ഹേ ഗൈസ്, തേജസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തേജസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ഓഗസ്റ്റ് 15. അപ്പോൾ നമ്മുടെ തേജസിനും ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടിയത് ഒരേ ദിവസമാണ്, വർഷം മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ തേജസിനെ കൊണ്ട് പള്ളിയിൽ വന്നേക്കാണ് കേട്ടോ. അമ്പലത്തിൽ ഞങ്ങൾ ഇന്നലെ പോയി കേട്ടോ. അപ്പോൾ രണ്ടിനും കൂടി ഇന്ന് സമയം ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളിത് ആ പള്ളിയിലൊക്കെ പോയി. അസംഷൻ പള്ളിയിലാണ് പോയത്. ഞങ്ങളെ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അസംഷൻ പള്ളിയിലൊക്കെ പോയി. ഇതിപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളിതാ പോവാണ്. കുഞ്ഞാവ് വണ്ടി വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേജസ് ഇങ്ങനെ പയ്യെ നടക്കുകയാണ് കേട്ടോ. ഞാൻ തേജസ്സും ആദ്യം തന്നെ പോയി പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കാണ് കേട്ടോ കുഞ്ഞാവ് വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം തേജസ്സിനെ അവിടെ കളിപ്പിച്ച് നിന്ന്. തേജസ്സിനാണെങ്കിൽ നടക്കണമെന്ന് പറയല്ല, നടക്കാൻ വേണ്ടി അവൻ താഴേക്ക് ഊർന്നിറങ്ങാൻ കേട്ടോ. അപ്പോൾ തേജസ്സിനെ ഒന്ന് പയ്യെ താഴെ നിർത്തി ഒന്ന് പയ്യെ ഒന്ന് നടത്തിച്ചു കേട്ടോ. തേജസ്സിൻ്റെ അച്ഛമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ തേജസ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേഗം തന്നെ ഇറങ്ങി പോകാനുള്ള തിരക്കായി. വൈകുന്നേരം ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുഞ്ഞാവയ്ക്ക് പോയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലല്ല വെക്കുന്നത്, പുറത്തൊരു ഹോളിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത് ബർത്ത്ഡേ പാർട്ടി കാണാം. വൈകുന്നേരം 4 മണിക്കായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ നമ്മളിത് അവിടെ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ അവിടുത്തെ ഡെക്കറേഷൻ. കുഞ്ഞാവിനും ഫ്രണ്ട്സും കൂടി ചെയ്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തേജസിൻ്റെ ബർത്ത്ഡേ കേക്ക്. അപ്പം നമ്മൾ 4 മണി 4:10 ആയപ്പോഴത്തേക്കും കേക്കൊക്കെ മുറിച്ചു. തേജസ്സിന് ഞങ്ങളെല്ലാവരും കുഞ്ഞ് ഒരു തൊടൽ പോലെ ചെറുതായിട്ട് അങ്ങ് കൊടുത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് കൊടുത്തില്ല. അപ്പോൾ കുഞ്ഞിന് അങ്ങനെ കൊടുത്താൽ വയറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു പൊടി പോലെ അത്രയും മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ അമ്മയും അച്ഛനൊക്കെ അങ്ങനെ ചെറുതായിട്ട് കൊടുത്തു. അമ്മയും അപ്പച്ചയൊക്കെ ആണെങ്കിലും കുറച്ച് ചെറുതായിട്ട് അതേപോലെ തന്നെ കൊടുത്തു കേട്ടോ. പിന്നെ വേറെ ആരെക്കൊണ്ടും അങ്ങനെ കൊടുപ്പിച്ചില്ല, വേറെ ആരും അങ്ങനെ കൊടുത്തുമില്ല കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസും അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സിൻ്റെ, ഇപ്പം കുഞ്ഞാവിൻ്റെ ഫാമിലി, അതേപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. അധികം പേരതൊന്നും എടുത്തിട്ടില്ല ഫോട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേജസിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരേപോലത്തെ മാച്ചിങ് കളേഴ്സ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ തേജസിന് കുറച്ച് ഡാർക്ക് ആക്കി എടുത്തു, ഞങ്ങൾ ലൈറ്റ് ആക്കി എടുത്തു. ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം വന്നവർക്കൊക്കെ ആദ്യം ഫുഡൊക്കെ കൊടുത്തു. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. അനുചേച്ചിയാണ് ഇരുന്ന് കഴിക്കുന്നത്. അനുചേച്ചി പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ 5 മാസം 6-ാം മാസം പ്രഗ്നൻ്റ് ആണ് ചേച്ചി. പിന്നെ ഇത് കുഞ്ഞാവിൻ്റെ ആൻറ്റിയാണ് കേട്ടോ, നീതു എന്നാണ് പേര്. പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നവരൊക്കെ ഭക്ഷണം കഴിക്കണത് ആൻറ്റി, അമ്മ, പിന്നെ വേറൊരു ആൻറ്റി, അമ്മു, പിന്നെ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായി, ഞങ്ങളും നല്ല ഹാപ്പിയായി, തേജസ്സും ഹാപ്പിയായി. എല്ലാവരും കുറേ ദിവസത്തിന് ശേഷം കാണാൻ പറ്റി തേജസ്സിൻ്റെ പിറന്നാളിലൂടെ. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 7:30 ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അത്ര നേരം ഉണ്ടായിരുന്നല്ലോ കേട്ടോ പ്രോഗ്രാം. ആകെ 110 പേരുടെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ നല്ല രീതിയിൽ നടത്തി. ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോകുന്നു. തേജസ്സിന് ഞാനും അമ്മയും അപ്പച്ചിയും വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ തേജസ്സിന് വയ്യ, വിശക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തേജസ്സാണെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കില്ല. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് തേജസ്സാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ വന്നു, കരച്ചിലൊക്കെ മാറ്റി കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ തേജസ്സിൻ്റെ പോയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.